2012 ഒക്ടോബർ 9 സൗജന്യ ഒഴികെ എല്ലാവർക്കും വളരെ സാധാരണമായ ഒരു ദിവസമായിരുന്നു അത്. ധർമ്മസ്ഥലക്കടുത്തുള്ള പങ്കള എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ള സൗജന്യ വളരെ മിടുക്കിയായ ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ ഉജിരയിലെ SBM കോളേജിൽ 2ാം വർഷ PUC പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ് പഠിക്കുകയായിരുന്നു. അവൾ വളരെ കഴിവുള്ള ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. അങ്ങനെ 2012 ഒക്ടോബർ 9 ഏകദേശം രാവിലെ 7 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. രാവിലെ 8 മണി അവൾ പതിവ് പോലെ കോളേജിൽ പോകാൻ ഒരുങ്ങുകയായിരുന്നു. ചൊവ്വാഴ്ചയായിരുന്നു അത്. ഹോസാക്കി പുതിയ അരി എന്നൊരു പ്രാദേശിക ഉത്സവവും ഉണ്ടായിരുന്നു. ഈ പ്രാദേശിക ഉത്സവ ദിനത്തിൽ നിങ്ങൾ വീട്ടിൽ എന്ത് പാചകം ചെയ്താലും നിങ്ങൾ പുതിയ അരി ഉപയോഗിക്കണം. പുതിയ അരി വാങ്ങാനും പ്രഭാതഭക്ഷണം തയ്യാറാക്കാനും സൗജന്യയുടെ അമ്മ വളരെയധികം സമയമെടുക്കുന്നു. അങ്ങനെ കോളേജിലെത്താൻ വൈകുന്നു എന്ന് കരുതി സൗജന്യ പ്രഭാതഭക്ഷണം പോലും കഴിക്കാതെ പോകുന്നു. അവൾ ചിന്തിക്കുകയാണ്, ഇന്നൊരു പ്രാദേശിക ഉത്സവമാണ്, അതുകൊണ്ട് ഒരുപക്ഷേ കോളേജ് നേരത്തെ അവസാനിച്ചേക്കാം. ഉച്ചകഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ വന്ന് ഉച്ചഭക്ഷണം കഴിക്കും. പക്ഷേ കോളേജിൽ പോയതിനു ശേഷം അവൾക്ക് ഒരു പ്രത്യേകതയുണ്ടെന്ന് അവൾ കണ്ടെത്തുന്നു. അന്ന് ക്ലാസ്സിൽ പോയില്ല, സൗജന്യ പ്രാതൽ പോലും കഴിച്ചില്ല, ലഞ്ച് ബോക്സും കൊണ്ടുവന്നില്ല. അങ്ങനെ ഉച്ചഭക്ഷണ സമയത്ത് സൗജന്യയുടെ സുഹൃത്ത് ജാഹ്നവി അവൾക്ക് ഉച്ചഭക്ഷണം വിളമ്പുന്നു. അവൾ കൊണ്ടുവന്ന ലഞ്ച് ബോക്സിൽ നിന്ന്. പക്ഷെ സൗജന്യ പറഞ്ഞു, കുഴപ്പമില്ല, നീ കഴിക്ക്, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. കോളേജ് ഏകദേശം പുലർച്ചെ 4 മണി ആകാൻ 15 മിനിറ്റിന് അവസാനിക്കും. സൗജന്യ കോളേജിൽ നിന്ന് ബസ്സിലാണ് വരുന്നത്. നേത്രാവതി ബസ് സ്റ്റോപ്പിന് സമീപം ഇറങ്ങുന്നു. അവളുടെ സഹപാഠികളും സുഹൃത്തുക്കളും എല്ലാവരും അവളോടൊപ്പമുണ്ട്. അവരോടെല്ലാം അവൾ വിട പറയുന്നു. നേത്രാവതി ബസ് സ്റ്റോപ്പിൽ നിന്ന് സൗജന്യയുടെ വീട്ടിലേക്ക് 20 മിനിറ്റ് നടക്കണം. പരമാവധി 30 മിനിറ്റ് എടുത്തേക്കാം. അങ്ങനെ സൗജന്യ തന്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. കുറച്ചു അകലെ ഒരു പ്രകൃതി ആശുപത്രിയുണ്ട്. അവിടെയുള്ള സെക്യൂരിറ്റിക്കാരൻ സൗജന്യ നടക്കുന്നത് കാണുന്നു. പിന്നെ സൗജന്യ ഏകദേശം 10 മിനിറ്റ് മുന്നോട്ട് നടന്നതിനു ശേഷം അവളുടെ അമ്മാവനെ കണ്ടുമുട്ടുന്നു. അവൻ സൗജന്യയെയും അവളോട് സംസാരിക്കുന്നു. അവൻ ചോദിക്കുന്നു, നീ കോളേജിൽ നിന്ന് ഇത്ര വൈകി വരുന്നത് എന്തുകൊണ്ടാണ്? സൗജന്യ പറഞ്ഞു, ഇല്ല അങ്കിൾ, കോളേജിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വൈകിപ്പോയി. 1-2 മിനിറ്റ് സംസാരിച്ചതിനു ശേഷം അവൾ വീട്ടിലേക്ക് പോകുന്നു. ഇനി ആ നിമിഷം മുതൽ സൗജന്യയ്ക്ക് അവളുടെ വീട്ടിലെത്താൻ 10 മിനിറ്റ് എടുക്കും. പരമാവധി 20 മിനിറ്റ്. കോളേജ് പുലർച്ചെ 4 മണി ആകാൻ 15 മിനിറ്റിന് അവസാനിച്ചിരുന്നെങ്കിൽ അവൾ ഏകദേശം പുലർച്ചെ 4 മണി കഴിഞ്ഞ് 30 മിനിറ്റിന് വീട്ടിലെത്തേണ്ടതായിരുന്നു. പക്ഷേ വൈകുന്നേരം രാവിലെ 6:30 മുതൽ രാവിലെ 7 മണി വരെ ആയിട്ടും പെൺകുട്ടി വീട്ടിലെത്തിയിട്ടില്ല. അപ്പോൾ സൗജന്യയുടെ അമ്മ വീട്ടിലുണ്ട്. എന്താ സംഭവം? ഈ പെൺകുട്ടി ഇതുവരെ വീട്ടിൽ വരാത്തത് എന്തുകൊണ്ടാണ് എന്ന് അയാൾ വിഷമിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അവൾ എന്താണ് ചെയ്യുന്നത്? അവൾ സൗജന്യയുടെ അച്ഛനെ വിളിച്ച് ആശങ്കയോടെ പറഞ്ഞു, നമ്മുടെ പെൺകുട്ടി കോളേജിൽ നിന്ന് ഏകദേശം പുലർച്ചെ 3 മണി കഴിഞ്ഞ് 30 മിനിറ്റിനും പുലർച്ചെ 4 മണിനുമിടയിൽ വീട്ടിലേക്ക് വരുമായിരുന്നു. സമയം രാവിലെ 7 മണി ആയിട്ടും അവൾ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. നീ വേഗം വീട്ടിൽ പോയി അന്വേഷിക്ക്, അവൾ ആശങ്കയോടെ പറഞ്ഞു. ശരി. സൗജന്യയുടെ അച്ഛൻ വീട്ടിൽ വന്ന് സൗജന്യയുടെ സുഹൃത്തുക്കളെയും സഹപാഠികളെയും വിളിക്കുന്നു. അവന്റെ കൈവശമുള്ള നമ്പറുകൾ ആർക്കെങ്കിലും. അവൻ അവരോട് സൗജന്യയെക്കുറിച്ച് ചോദിക്കുന്നു. നമ്മുടെ പെൺകുട്ടി നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നോ? പക്ഷെ സൗജന്യയുടെ എല്ലാ സുഹൃത്തുക്കളും സഹപാഠികൾ പറയുന്നു, ഇല്ല അങ്കിൾ, സൗജന്യ നമ്മുടെ വീട്ടിൽ വന്നിട്ടില്ല. അവൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ നിന്റെ വീട്ടിലേക്ക് പോയില്ലേ? അവൾ ഇതുവരെ വരാത്തതെന്താണ്? അപ്പോൾ സൗജന്യയുടെ അച്ഛൻ പറയുന്നു, ഇല്ല, അവൾ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. കോൾ കട്ട് ചെയ്തു.
പിന്നെ സൗജന്യയുടെ അച്ഛൻ സൗജന്യയുടെ അമ്മാവനെ വിളിച്ചു ചോദിക്കുന്നു, നീ എവിടെയാണ്? സൗജന്യ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. നീ അവളെ കണ്ടോ? മറുവശത്ത് നിന്ന് സൗജന്യയുടെ അമ്മാവൻ പറഞ്ഞു, അതെ, ഞാൻ അവളെ കണ്ടു. ഏകദേശം പുലർച്ചെ 4 മണിയായി. അവൾ കോളേജിൽ നിന്ന് വരുമ്പോൾ ഞാൻ അവളെ കണ്ടു. ഞാൻ അവളോട് കുറച്ച് സംസാരിച്ചു. അതിനുശേഷം അവൾ വീട്ടിലേക്ക് പോയി. എന്തുകൊണ്ടാണ് അവൾ ഇതുവരെ വരാത്തത്? അയാൾ ചോദിക്കുന്നു. സൗജന്യയുടെ അച്ഛൻ പറയുന്നു, ഇല്ല, സമയം രാവിലെ 7 മണിയായി, കുട്ടി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നമ്മുടെ ആളുകളെ ഒരുമിച്ച് കൂട്ടൂ. നമുക്കെല്ലാവർക്കും അവളെ ഒരുമിച്ച് അന്വേഷിക്കണം. അപ്പോൾ ഏകദേശം വൈകുന്നേരം രാവിലെ 7 മണി മുതൽ രാത്രി പകൽ 11 മണി വരെ. സൗജന്യയുടെ കുടുംബവും ഗ്രാമവാസികളും 200 മുതൽ 300 വരെ പേർ സൗജന്യയെ തിരയുന്നു. പക്ഷേ അവർക്ക് സൗജന്യയെക്കുറിച്ച് ഒരു സൂചനയും ലഭിക്കുന്നില്ല. അങ്ങനെ ഒടുവിൽ സഹായം അഭ്യർത്ഥിച്ചു. ഏകദേശം രാത്രി പകൽ 11 മണി. സൗജന്യയുടെ മാതാപിതാക്കളും ഗ്രാമവാസികളും എല്ലാവരും ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവർ പോലീസിനോട് ചോദിക്കുന്നു, കോളേജിൽ പോയ നമ്മുടെ പെൺകുട്ടി, ഇത്രയും വൈകിയിട്ടും അവൾ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ഞങ്ങൾ എല്ലായിടത്തും തിരഞ്ഞു, പക്ഷേ ഞങ്ങൾക്ക് അവളെ കണ്ടെത്താനായില്ല. അതിനാൽ ദയവായി ഒരു മിസ്സിംഗ് റിപ്പോർട്ട് ഫയൽ ചെയ്യുക. ഞങ്ങളുടെ പെൺകുട്ടിയെ കണ്ടെത്താൻ സഹായിക്കൂ, അവർ ചോദിക്കുന്നു. പക്ഷേ പോലീസ് വിസമ്മതിക്കുന്നു. ഇല്ല, ആരെയെങ്കിലും കാണാതായാൽ 24 മണിക്കൂറിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, ഇപ്പോൾ വീട്ടിലേക്ക് പോകൂ. നാളെ രാവിലെ വരെ കാത്തിരിക്കാം. നിങ്ങളുടെ മകൾ നാളെ രാവിലെയോടെ വീട്ടിൽ വന്നില്ലെങ്കിൽ എന്നിട്ട് വന്ന് ഒരു മിസ്സിംഗ് റിപ്പോർട്ട് ഫയൽ ചെയ്യൂ എന്ന് പറഞ്ഞ് അവർ അവരെ പറഞ്ഞയച്ചു. സമയം അർദ്ധരാത്രിയോടടുത്തു. കനത്ത മഴ പെയ്യുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ സൗജന്യയെ അന്വേഷിക്കുക അസാധ്യമാണ്. നാളെ രാവിലെ എല്ലാവരും വീണ്ടും ഒത്തുകൂടി സൗജന്യയെ അന്വേഷിക്കാം. സൗജന്യയുടെ കുടുംബവും ഗ്രാമവാസികളും എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോകുന്നു. 2012 ഒക്ടോബർ 10. അടുത്ത ദിവസം 2012 ഒക്ടോബർ 10, ബുധനാഴ്ച, ഏകദേശം രാവിലെ പകൽ 10 മണി. സൗജന്യയുടെ കുടുംബവും 200 മുതൽ 300 വരെ ഗ്രാമവാസികളും വീണ്ടും സൗജന്യയെ തിരയാൻ തുടങ്ങുന്നു. തിരച്ചിൽ ആരംഭിച്ചു. 2 മണിക്കൂറിനുള്ളിൽ സൗജന്യ കണ്ടെത്തി. പക്ഷെ ഒരു ശവശരീരമായി. സൗജന്യയെ തിരഞ്ഞ 200 മുതൽ 300 വരെ ഗ്രാമവാസികളിൽ സൗജന്യയുടെ വീട്ടിൽ നിന്ന് വെറും 10 മിനിറ്റ് അകലെയുള്ള ഒരു അരുവിയുടെ തീരത്ത് ആരോ സൗജന്യയുടെ മൃതദേഹം കണ്ടെത്തുന്നു. ഇനി മരിച്ച സൗജന്യയുടെ മൃതദേഹം ഏത് അവസ്ഥയിലായിരുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ശ്രദ്ധയോടെ കേൾക്കുക. അവളുടെ കൈകൾ ദുപ്പട്ടയും സ്കാർഫ്, ID കാർഡും ഉപയോഗിച്ച് ഒരു മരത്തിൽ കെട്ടിയിരുന്നു. അവളുടെ ശരീരം മുഴുവൻ നഗ്നയാണ്. അവൾ ശരിയായ വസ്ത്രം ധരിച്ചിരുന്നില്ല. അവളുടെ ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നു. കഠിനമായി മർദ്ദിച്ചതിന്റെ മുറിവുകൾ അവളുടെ ശരീരത്തിൽ വ്യക്തമായി കാണാമായിരുന്നു. അവളുടെ നെഞ്ചിലെ എല്ലുകൾ എല്ലാം ഒടിഞ്ഞിരുന്നു. പിന്നെ ഏറ്റവും ക്രൂരമായ ഭാഗം അവളുടെ യോനി. ഉള്ളിൽ അവർ അതിൽ 6 ഇഞ്ച് ചെളി നിറച്ചിരുന്നു. ശരീരത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ആരോ അവളെ ക്രൂരമായി പീഡിപ്പിച്ചു. പിന്നെ ഒരു ദയയും കൂടാതെ അവളെ കൊന്നു. കുറ്റവാളികളെ നോക്കൂ. തന്ത്രം. പോലീസിന് ഒരു സൂചനയും ലഭിക്കാതിരിക്കാൻ അവർ അവളുടെ യോനിയിൽ 6 ഇഞ്ച് മണ്ണ് നിറച്ചു. അപ്പോൾ പോലീസിന് വിവരം കിട്ടി. അവർ സ്ഥലത്തേക്ക് വരൂ, സൗജന്യയുടെ മൃതദേഹം കണ്ടെടുത്ത് ആ സ്ഥലം പൂർണ്ണമായും അടച്ചിടൂ. കഴിവുള്ള ഒരു പെൺകുട്ടിയെ, വളരെ മിടുക്കിയായ ഒരു വിദ്യാർത്ഥിനിയെ ഇത്ര ക്രൂരമായി ആരാണ് കൊല്ലാൻ കഴിയുക? ഈ കുറ്റകൃത്യം ചെയ്ത വ്യക്തി പിടിക്കപ്പെട്ടാൽ അവനെ ഒരു തരത്തിലും വെറുതെ വിടരുത്. ആളുകൾ അവരുടെ കോപം പ്രകടിപ്പിക്കുന്നു. എന്താണെന്ന് ഊഹിക്കാമോ? നമ്മുടെ പോലീസ് ഇത്ര പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഗ്രാമവാസികൾ പോലും ഇതിൽ ഞെട്ടലിലാണ്.
സൗജന്യയുടെ മൃതദേഹം കണ്ടെത്തിയതിന്റെ പിറ്റേന്ന് 2012 ഒക്ടോബർ 11 ഏകദേശം സൗജന്യയെ കൊലപ്പെടുത്തിയ കുറ്റവാളിയും പിടിയിലായി. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ആരാണ് സൗജന്യയെ കൊന്നത്? കുറ്റകൃത്യം ചെയ്ത വ്യക്തി അടുത്ത ദിവസം തന്നെ പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ ഈ കേസ് വളരെക്കാലം മുമ്പേ അവസാനിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്നുവരെ ഈ കേസ് എന്തിനാണ് ഉയർന്നുവരുന്നത്? വാർത്തകളിൽ പരിഹരിക്കപ്പെടാത്തത് എങ്ങനെ? ശരി, കാഴ്ചക്കാരെ തയ്യാറാകൂ. സൗജന്യയെ കണ്ടെത്തിയതിന്റെ പിറ്റേന്ന് 2012 ഒക്ടോബർ 11 PSI യോഗേഷ്. ഈ കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. അയാളുടെ പേര് സന്തോഷ് റാവു, 28 അല്ലെങ്കിൽ 29 വയസ്സ്. സന്തോഷ് റാവു ധർമ്മസ്ഥലയിൽ നിന്നുള്ളയാളല്ല, ശൃംഗേരിയിൽ നിന്നുള്ളയാളാണ്. സന്തോഷ് റാവുവിന്റെ അച്ഛൻ ഒരു സ്കൂൾ അധ്യാപകനും അമ്മ വീട്ടമ്മയുമായിരുന്നു. സന്തോഷിന് തുടക്കം മുതൽ തന്നെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്കൂളിൽ വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് മാനസിക വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും അയാൾ ശൃംഗേരിയിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു. പക്ഷേ അവൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അവൻ മാസത്തിൽ ഒരിക്കലെങ്കിലും അവനെ സന്ദർശിച്ചിരുന്നു. അല്ലെങ്കിൽ കുറഞ്ഞത് 2 മാസത്തിലൊരിക്കൽ ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രം അദ്ദേഹം സന്ദർശിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇത്തവണയും അദ്ദേഹം ധർമ്മസ്ഥല സന്ദർശിച്ചു. 2012 ഒക്ടോബർ 9 അദ്ദേഹം ധർമ്മസ്ഥല സന്ദർശിച്ചു. തീയതി ശ്രദ്ധിക്കുക. അത് മനസ്സിൽ വയ്ക്കുക. കാരണം ഈ തീയതി ഒരു പ്രധാന വഴിത്തിരിവാണ്. അപ്പോൾ സൗജന്യയുടെ മരണം. സൗജന്യ മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ധർമ്മസ്ഥലയിലെത്തിയ സന്തോഷ് റാവു. താമസിക്കാൻ ഒരു ഹോട്ടലിലോ ലോഡ്ജിലോ അയാൾക്ക് മുറി ലഭിച്ചില്ല. കാരണം സന്തോഷ് റാവുവിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് അദ്ദേഹം വളരെ ആശയക്കുഴപ്പത്തിലാണെന്ന് തോന്നുന്നു. പതിവ് പോലെ രൂപവും വസ്ത്രവും മുഷിഞ്ഞിരിക്കുന്നതിനാൽ ഒരു ഹോട്ടലിലോ ലോഡ്ജിലോ മുറി ലഭിച്ചില്ല. അവന് എവിടെയും മുറി കിട്ടിയില്ല. താമസിക്കാൻ സ്ഥലമില്ല. അവൻ എന്താണ് ചെയ്തത്? അയാൾ അടുത്തുള്ള ബാഹുബലി ബേട്ടയിലേക്കും ബാഹുബലിയിലേക്കും പോയി. അവിടെ ഉണ്ടായിരുന്ന പ്രതിമ, അയാൾ അതിനടുത്ത് അഭയം പ്രാപിച്ചു. 1-2 ദിവസം അവിടെ താമസിച്ചു. പകൽ സമയത്ത് അദ്ദേഹം ധർമ്മസ്ഥലയിലും ശ്രീ മഞ്ജുനാഥ ക്ഷേത്രത്തിലും വരാറുണ്ടായിരുന്നു. പ്രസാദം കഴിച്ചു. രാത്രിയായതിനുശേഷം അവൻ ബാഹുബലി ബേട്ടയിൽ പോകുമായിരുന്നു. ഒക്ടോബർ 11 അദ്ദേഹം പ്രതിമയ്ക്ക് സമീപം ഉറങ്ങാറുണ്ടായിരുന്നു. 2012 ഒക്ടോബർ 11 വൈകുന്നേരം 5 മണിക്ക് സന്തോഷ് റാവു കുന്നിൻ മുകളിലായിരുന്നു. കുന്നിൻ മുകളിൽ ഇരിക്കുമ്പോൾ 5 റൌഡികൾ അവനെ ആക്രമിക്കുന്നു. ഇവർ ആരാണ്? ഞാൻ പിന്നീട് പറയാം. 5 റൌഡികൾ സന്തോഷിനെ ആക്രമിക്കുകയും അസഭ്യം പറഞ്ഞ് ആക്രോശിക്കുകയും ചെയ്തു. അവർ അവനെ മർദ്ദിച്ചു. 5 പേരും സന്തോഷ് റാവുവിനെ പോലീസ് സ്റ്റേഷൻ .er വലിച്ചിഴച്ചു. ബാഹുബലി ബേട്ടയിലേക്ക് പോകുകയാണെന്ന് അവർ പോലീസിനോട് പറഞ്ഞു. അയാൾ ആക്രമിച്ചു. അവൻ ഒരു സൈക്കോ കൊലയാളിയെപ്പോലെയാണ് കാണപ്പെടുന്നത്. ഇന്നലെയാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. സൗജന്യയെ അയാൾ കൊലപ്പെടുത്തി. 5 റൌഡികൾ ഇക്കാര്യം പോലീസിനോട് പറഞ്ഞു. ഈ പോലീസുകാർ എങ്ങനെയുള്ള ആളുകളാണ്? 5 റൌഡികൾ വന്നു പറഞ്ഞു അവൻ കൊലപാതകിയാണെന്ന്. അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അവർ പരിശോധിച്ചില്ല. അവർ സന്തോഷ് റാവുവിനെ അറസ്റ്റ് ചെയ്യുകയും സൗജന്യ കേസിലെ കൊലപാതകിയെ കണ്ടെത്തിയെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആളുകൾക്ക് ആശ്വാസം തോന്നി. ഓ, പോലീസുകാർ അവരുടെ കർത്തവ്യത്തോട് എത്രമാത്രം സമർപ്പിതരാണെന്ന് നോക്കൂ. ഒരു ദിവസം കൊണ്ട് അവർ കൊലപാതകിയെ കണ്ടെത്തി. അവർ പോലീസിനെ പ്രശംസിക്കാൻ തുടങ്ങി. അവരെല്ലാം പോലീസിനെ പ്രശംസിക്കുകയായിരുന്നു. പക്ഷേ യഥാർത്ഥ കൊലയാളി മറ്റാരോ ആണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പോലീസ് തന്നെ സന്തോഷിനെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ സന്തോഷ് റാവു ബലാത്സംഗത്തിനും കൊലപാതകത്തിനും അറസ്റ്റിലായി. സന്തോഷിന്റെ അമ്മ അത് കണ്ടെത്തി. അവർ വളരെയധികം വിഷമിച്ചു. കുറച്ചു സമയത്തിനുശേഷം അസുഖം ബാധിച്ചു മരിച്ചു. ഒരു വശത്ത് ഭാര്യയും മകനും മരിച്ചതിൽ അച്ഛൻ ദുഃഖിക്കുകയായിരുന്നു. വ്യാജ കേസിനും അന്വേഷണത്തിനും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അത് നടന്നുകൊണ്ടിരുന്നു. PSI യോഗേഷിനെക്കുറിച്ച് ഞാൻ ചിലത് പരാമർശിക്കണം.
ഈ പോലീസ് ഓഫീസർ എന്താണ് ചെയ്തതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. സൗജന്യയുടെ ശരീരത്തിൽ അവർ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. അവർ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. എന്നിരുന്നാലും ഡോക്ടർമാർ ചില ബീജ സാമ്പിളുകൾ ശേഖരിച്ചു. അത് ശേഖരിച്ച് PSI യോഗേഷിന് നൽകി 72-ൽ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവർ അവനോട് മറ്റൊരു ലാബിൽ പോകാൻ പറയുന്നു. പക്ഷേ PSI യോഗേഷ് ശേഖരിച്ച ബീജ സാമ്പിളുകൾ 72 മണിക്കൂറിനുള്ളിൽ അയക്കുന്നില്ല. പക്ഷേ അവൻ അത് ലാബിലേക്ക് അയക്കുന്നത് 12 ദിവസത്തിനു ശേഷമാണ്. ഇതിനകം തന്നെ ശേഖരിച്ച ബീജ സാമ്പിളുകളിൽ ഫംഗസ് ബാധിച്ചതിനാൽ അത് ആർക്കംസ്റ്റാർ പരിശോധനയ്ക്ക് യോഗ്യമല്ലാതായി. ഇനി നിങ്ങൾ പറയൂ, അയാൾ ഏറ്റവും മണ്ടനായ പോലീസുകാരനാണോ, അയാൾ ഒരു കാളയുടെ ചുമതലക്കാരനാണോ എന്ന് പോലും. കൊലപാതക, ബലാത്സംഗ കേസുകളിൽ അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ ബീജ സാമ്പിളുകളാണ്. ആദ്യം ലാബിലേക്ക് അയക്കേണ്ട ബീജ സാമ്പിളുകൾ ശേഖരിച്ചു. തിരിച്ചറിയുക എന്നതാണ് പോലീസിന്റെ പ്രഥമ കടമ. എന്നിരുന്നാലും PSI യോഗേഷ് ഇത് മറന്നുപോയെന്ന് അവകാശപ്പെട്ടാൽ പോലീസ് കഴിയുന്നത്ര തെളിവുകൾ ശേഖരിക്കണം. എന്നാൽ ഈ കേസിൽ പോലീസ് തെളിവുകൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം പോലീസ് തെളിവുകൾ നശിപ്പിക്കാൻ സ്വമേധയാ മുന്നോട്ട് വന്നു. അതുമാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥർ സന്തോഷ് റാവുവിനെ പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും എനിക്ക് നട്ടെല്ല് മരവിക്കുന്നു. അവർ അവനെ അടിച്ചു, വളരെ ഉപയോഗിച്ചു. പതിവ് പോലെ മോശം ഭാഷയിൽ. സന്തോഷിനോട് അവർ ചെയ്ത ഏറ്റവും ക്രൂരമായ കാര്യം അവന്റെ പാന്റ് ഊരിമാറ്റുക എന്നതായിരുന്നു. അവന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ തിളച്ച വെള്ളമൊഴിച്ച് നിർബന്ധിച്ച് കുറ്റം സമ്മതിച്ചു, സെല്ലിൽ വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. സന്തോഷ് റാവുവിന്റെ അച്ഛനെയും അമ്മയെയും എല്ലാവരെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അവർ അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. എന്നെപ്പോലുള്ള ഒരു സാധാരണ വ്യക്തിയോ നിങ്ങളോ ആ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ പോലീസ് പീഡനം സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു. ഞങ്ങൾക്ക് കുറ്റകൃത്യം ചെയ്തതായി സമ്മതിച്ചു. പക്ഷേ ഇവിടെ സന്തോഷ് റാവു മാനസിക രോഗിയായിരുന്നു. പക്ഷേ സന്തോഷ് റാവുവിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്തു. ഞാൻ ആ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതായി സന്തോഷ് റാവു നിഷേധിച്ചു. അയാൾ കുറ്റകൃത്യം ചെയ്തതായി സമ്മതിച്ചില്ല. തുടർന്ന് കോടതി വിചാരണകൾ ആരംഭിച്ചു. സന്തോഷാണ് കൊലപാതകി എന്ന് പ്രോസിക്യൂട്ടർ വാദിക്കുന്നു. അതിനു വിരുദ്ധമായി സന്തോഷ് റാവുവിന്റെ അഭിഭാഷകൻ വാദിക്കുന്നത് സന്തോഷ് കുറ്റകൃത്യം ചെയ്തിരിക്കാൻ സാധ്യതയില്ലെന്ന്. അത് ഒരിക്കലും സാധ്യമല്ല. കോടതിക്ക് പുറത്ത് സന്തോഷ് റാവുവിനെതിരെ വിദ്യാർത്ഥികൾ പരസ്യമായി പ്രതിഷേധിക്കുന്നു. സന്തോഷ് റാവുവിന് വധശിക്ഷ നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഈ കേസിൽ സന്തോഷ് റാവുവിനു വേണ്ടി വാദിച്ച അഭിഭാഷകൻ സന്തോഷ് കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കാൻ കോടതിയിൽ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. സന്തോഷ് റാവു കുറ്റകൃത്യം ചെയ്തുവെന്ന് പ്രസ്താവിക്കാൻ ഒരു വ്യക്തി പോലും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം ആദ്യം പറയുന്നു. അവസ്ഥ എന്താണെന്നോ ക്രൂരത എന്താണെന്നോ പറയാൻ ഒരു സാക്ഷിയും ഉണ്ടായിരുന്നില്ല. എത്ര ക്രൂരമായ അവസ്ഥയിലാണ് സൗജന്യയുടെ മൃതദേഹം കണ്ടെത്തിയത്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് അല്പം പ്രായോഗികമായി ചിന്തിച്ചാൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇത്രയും ഭയാനകമായ ഒരു കുറ്റകൃത്യം ചെയ്യാൻ കഴിയുമോ? മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പോലീസിന് ഒരു ബീജവും കണ്ടെത്താതിരിക്കാൻ സൗജന്യയുടെ ശരീരത്തിൽ നിന്ന് 6 ഇഞ്ച് ചെളി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയും, ഏത് തരത്തിലുള്ളതാണെന്ന്. സന്തോഷ് നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന അത്രയും ബുദ്ധിശക്തി ഉണ്ടായിരുന്നെങ്കിൽ കുറ്റകൃത്യം ചെയ്ത ശേഷം അയാൾ ഗ്രാമത്തിൽ നിന്ന് ഓടിപ്പോകുമായിരുന്നു. പക്ഷേ സൗജന്യയെ അവസാനമായി കണ്ടപ്പോൾ അയാൾ ഇപ്പോഴും ഗ്രാമത്തിൽ തന്നെ തുടരുന്നത് എന്തിനാണ്? പ്രകൃതി ആശുപത്രിയുടെ മുന്നിലൂടെ നടക്കുന്നു. പ്രകൃതി ആശുപത്രിയിലെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ അവളെ കണ്ടു. അത് പ്രകൃതി ആശുപത്രിക്ക് പുറത്തുള്ള CCTV ക്യാമറയിൽ പതിഞ്ഞു. പെട്ടെന്ന് CCTV ദൃശ്യങ്ങളും നഷ്ടപ്പെട്ടു. മറ്റൊരു വസ്തുത എന്തെന്നാൽ, സൗജന്യയുടെ കൊലപാതകത്തിന്റെ പിറ്റേന്ന് തന്നെ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ അങ്ങനെയിരിക്കെ
ശേഖരിച്ച ബീജസാമ്പിളുകൾ ലാബിലേക്ക് അയച്ച അയാൾ പ്രതിയാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിനു പകരം ശേഖരിച്ച ബീജസാമ്പിളുകൾ പോലീസ് എന്തിനാണ് അവരുടെ കൈവശം സൂക്ഷിച്ചത്? 12 ദിവസത്തേക്ക് അതിൽ ഫംഗസ് വികസിക്കുന്നതുവരെ കാത്തിരുന്നു, പിന്നീട് അത് ലാബിലേക്ക് അയച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സന്തോഷ് റാവുവിന് ഒരു സ്വകാര്യ രോഗം ഉണ്ടായിരുന്നു എന്നതാണ്. എന്താണ് ഫിമോസിസ്? ആ രോഗത്തെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കാൻ പ്രയാസമാണ്. അവർ അടുപ്പത്തിലാകാൻ ശ്രമിച്ചാലും അവർക്ക് സുഖം അനുഭവിക്കേണ്ടിവരില്ല, നരകം അനുഭവിക്കേണ്ടിവരും. ഇത്രയും സാധുവായ കാര്യങ്ങൾ ഉള്ളതിനാൽ, ഇത്രയും വസ്തുതകൾ അവരുടെ കൺമുന്നിൽ തന്നെയുണ്ട്. എന്നിട്ടും പോലീസ് എന്തിനാണ് കുറ്റം ചുമത്തിയത്? ഈ കുറ്റകൃത്യത്തിന്റെ സന്തോഷ് റാവു, അവർ അവന്റെ പിന്നാലെയായിരുന്നു. അയാളെ കൂടാതെ മറ്റാരെങ്കിലും അത് ചെയ്യാൻ പാടില്ലായിരുന്നോ? എന്തുകൊണ്ടാണ് അവർ ആ കോണിൽ നിന്ന് അന്വേഷിക്കാത്തത്? അതുകൊണ്ടാണ് പോലീസ് അന്വേഷണത്തിന്റെ കൃത്യതയെക്കുറിച്ച് ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത്. അപ്പോൾ എല്ലാം കേട്ടതിനു ശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തെ എല്ലാവരും സംശയിക്കുന്നു. സൗജന്യയുടെ കുടുംബാംഗങ്ങൾ പോലും സന്തോഷ പ്രതിയല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നും ഇതുവരെ സന്തോഷിന് വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങൾ, വിദ്യാർത്ഥികളും പൊതുജനങ്ങളും എല്ലാവരെയും തടഞ്ഞു. ഈ കേസിൽ എല്ലാ വെറുപ്പും പോലീസിനെതിരെയായിരുന്നു. പോലീസ് അഴിമതിക്കാരാണെന്നും പോലീസ് സത്യം മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണെന്നും, അതിനാൽ പോലീസ് അന്വേഷണം തുടരരുത്, പകരം CBI ഈ കേസ് അന്വേഷിക്കണം. ഈ കേസ് CBIക്ക് കൈമാറുന്നതിനെതിരെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പെൺകുട്ടിക്ക് ഇത്രയധികം അനീതി സംഭവിച്ചതിന്റെ പേരിൽ ധർമ്മസ്ഥലയിൽ ഇപ്പോഴും നിരവധി പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. പിന്നീട് കേസ് പോലീസിൽ നിന്ന് CBIക്ക് കൈമാറുന്നു. കേസ് CBIക്ക് കൈമാറിയെങ്കിലും ഒരു സത്യവും പുറത്തുവന്നില്ല. CBI 3 മുതൽ 4 വരെ നടപടികൾ സ്വീകരിച്ചു. കേസ് പുനരന്വേഷിക്കാൻ വർഷങ്ങളെടുത്തു, പക്ഷെ അവിടെയുമുണ്ടായിരുന്നു. കേസ് പോലീസിന്റെ കൈകളിലായിരുന്നപ്പോൾ CBIക്ക് അന്വേഷിക്കാൻ ഒന്നും ബാക്കിയില്ല. കേസിലെ തെളിവുകൾ പരമാവധി നശിപ്പിച്ചു. CBI അന്വേഷിക്കാൻ ഒന്നും അവശേഷിച്ചില്ല. പക്ഷെ ഇപ്പോഴും അവർ 3 മുതൽ 4 വരെ വർഷമെടുത്തു. ഒടുവിൽ അവർ കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. കുറ്റകൃത്യം ചെയ്തത് സന്തോഷ് റാവുവാണ്. പക്ഷേ റിപ്പോർട്ടിൽ ഒരു വിരോധാഭാസമുണ്ട്. അതായത് അവർക്കൊരു തെളിവും ലഭിച്ചില്ല. കാരണം സൗജന്യ കേസ് പോലീസിന്റെ കൈകളിലായിരിക്കെ അവരുടെ അശ്രദ്ധ കാരണം അവർക്ക് എല്ലാ തെളിവുകളും നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ CBIയോട് ചോദ്യം ചെയ്തപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത് എന്ന് പരിശോധിക്കാം. സന്തോഷ് റാവു കുറ്റകൃത്യം ചെയ്തുവെന്ന് അവർ സ്ഥിരീകരിച്ചു. CBI അത് ചെയ്തില്ല. നോക്കൂ, ആദ്യം പോലീസ് ഈ കേസ് അന്വേഷിച്ചു, പിന്നീട് ഇത്. പക്ഷേ ഇപ്പോഴും ഈ കേസിൽ ഒരു നിഗമനത്തിലെത്തിയിട്ടില്ല. എല്ലാ വർഷവും